ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്, ഭയങ്കര പോസിറ്റീവാണ്. കാര്യം ഒരു 1.5 വർഷത്തെ ഞങ്ങളുടെ ഒരു യാത്രയായിരുന്നു ആട്ടം എന്ന് പറയുന്ന സിനിമ. എനിക്ക് തോന്നുന്നു 10-45 റിവ്യൂസ് വന്നു ഓൾ ഓവർ ഇന്ത്യ. അതിൽ ഒരു റിവ്യൂവിൽ ഒരു ലൈൻ കൂടെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ പറയുന്ന പോലെ ഭയങ്കര പ്രതീക്ഷ നൽകുന്നുണ്ട്. വിനയ് ഫോർട്ടിൻ്റെ ശബ്ദത്തെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് കരുതാമല്ലോ. അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അതൊരു പരിമിതിയായിട്ട് കൂടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വലിയ വലിയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹ്യൂമർ ചെയ്യുന്നവർക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റുമെന്ന്. അത് സത്യമാണത്. പക്ഷേ എല്ലാവർക്കും ഹ്യൂമർ ചെയ്യാൻ പറ്റില്ല. അത് ഉറപ്പാണ്. ഹ്യൂമർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഏറ്റവും ടഫസ്റ്റ് ആണത്. നമ്മളത് പൊളിഞ്ഞു. ഞാൻ ഇത്ര നാളായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഫിലിം സ്കൂളിൽ എൻ്റെ ലേണിങ്ങും എല്ലാം തന്നു കഴിഞ്ഞു. ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്തു കഴിഞ്ഞു. ഇനി മര്യാദ അഭിനയിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊക്കെയുടെ ചലഞ്ച് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആളുകൾ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന കാണുക എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റാണത്. ഇപ്പം നമ്മളെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വർഷങ്ങളായിട്ട് ഞങ്ങളെ കാണുന്നതല്ലേ. ആട്ടം സിനിമയുടെ വിശേഷമായിട്ട് വിനയ് ഫോർട്ടും കലാഭവൻ ഷാജോനുമാണ് റിപ്പോർട്ടറിനൊപ്പം. വെൽക്കം. താങ്ക് യു. ഇപ്പോൾ പുതുവർഷം തുടങ്ങുന്നതിൻ്റെ പ്രതീക്ഷകളുമായിട്ടാണ് 2024 മലയാളത്തിൽ ആദ്യത്തെ റിലീസാണ്, അതേപോലെ രണ്ടുപേരുടെയും ആദ്യത്തെ റിലീസാണ്. അപ്പോൾ സിനിമയുടെ പ്രതീക്ഷകൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്, ഭയങ്കര പോസിറ്റീവാണ്. കാര്യം ഒരു 1.5 വർഷത്തെ ഞങ്ങളുടെ ഒരു യാത്രയായിരുന്നു ആട്ടം എന്ന് പറയുന്ന സിനിമ. ആട്ടം ഇതിനോടകം തന്നെ ഒരുപാട് ഫെസ്റ്റിവലുകളിൽ പോയി, അല്ലെങ്കിൽ ഇന്ത്യൻ പനോരമയുടെ ഓപ്പണിംഗ് സിനിമ, അങ്ങനെ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് സിനിമയ്ക്ക് ഉണ്ടായി. അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ IFFK കഴിഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ നല്ല റെസ്പോൺസും ഭയങ്കര റെസ്പോൺസായിരുന്നു. ഭയങ്കര റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകൾ കാണാൻ വന്നതിൽ ഒരു പകുതി ആളുകൾക്ക് കൂടി കാണാൻ പറ്റിയില്ല. അത് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. പിന്നെ ഈ പറയുന്ന മറ്റ് പല സ്ഥലങ്ങളിലും ഫെസ്റ്റിവലായിട്ട് ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 80% മലയാളം സംസാരിക്കാത്ത ആളുകളായിരുന്നു. അപ്പോൾ അവർ സബ് ടൈറ്റിൽ വായിച്ച് ഈ സിനിമ കാണുമ്പോൾ എല്ലാ ആളുകൾക്കും സിനിമ വർക്ക് ആകുന്നുണ്ട്. പക്ഷെ ഒരു റിയൽ വ്യൂയിങ് നടന്നത് IFFKയിലായിരുന്നു. കാര്യം സിനിമ തുടങ്ങി ഒരു 5ാമത്തെ മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവർ ചിരി തുടങ്ങുന്നുണ്ട്. ചിരി പറയുന്ന പോലെ ഏതാണ്ട് സിനിമ അവസാനിക്കുന്നവരെ ഈ ചിരി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. കയ്യടികളുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് ആയിരുന്നു. ഈ പറയുന്ന ചില ആളുകൾ ചില സ്പേസിൽ കൈയടിക്കുന്നത് അവർ തന്നെ വേറെ ആളുകൾ അടിക്കുമ്പോൾ അടിക്കുന്നില്ല. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യൂയിങ് ആയിരുന്നു. പിന്നെ 500 പേര് പടം കണ്ട് 500 പേർക്കും പടം വെക്കായി. ഒരാൾക്ക് കൂടി ഇങ്ങനെ ആകാമായിരുന്നു എന്നുള്ള തരത്തിൽ കൂടി പറഞ്ഞില്ല. ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്നല്ലോ. യൂണിവേഴ്സൽ ആയിട്ടുള്ള സ്വഭാവം ഉണ്ട്. അല്ലെങ്കിൽ പല ആളുകളും അവരുടെ ഇഷ്ടം കൊണ്ട് പല പേരുകൾ പറഞ്ഞു. പക്ഷേ സിനിമ വർക്ക് ആകുന്ന അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ ആബ്സല്യൂട്ട്ലി ഒരു എൻ്റർടൈനിങ്, എൻഗേജിങ്, സോൾഫുൾ, ട്രൂത്ത്ഫുൾ സിനിമയായിരുന്നു. അതുകൊണ്ടിട്ടാണ്. അല്ലെങ്കിൽ ഒട്ടുമിക്ക സിനിമകളും നമ്മൾ തന്നെ വർക്ക് ചെയ്ത പടങ്ങളും എപ്പോഴും ഈ പറയുന്ന പോലെ ഒരു 50-50 അല്ലെങ്കിൽ 60-40 അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആട്ടം തിയേറ്ററിൽ നൽകുന്ന പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരെ ഈ സിനിമ ഇപ്പോൾ ഒരു 1000 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഒരാൾ പറഞ്ഞിട്ടില്ല അതിങ്ങനെ ആകാമായിരുന്നു അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 10-45 റിവ്യൂസ് വന്നു ഓൾ ഓവർ ഇന്ത്യ. അതിൽ ഒരു റിവ്യൂവിൽ ഒരു ലൈൻ കൂടെ മോശമായിട്ട് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഈ പറയുന്ന പോലെ ഭയങ്കര പ്രതീക്ഷ നൽകുന്നുണ്ട്. തിയേറ്ററിൽ നമ്മൾ ഈ പറയുന്ന IFFKയിൽ ഉണ്ടാക്കിയതിൻ്റെ ഒരു ഓളം അവസാനം പോലീസ് അടക്കം വന്നു ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് അത് നമുക്ക് മറ്റേ കേരളത്തിലെ തിയേറ്ററുകളിൽ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. ഇപ്പോൾ ഷാജുൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇതിന് മുന്നേ ചെയ്ത സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങൾ പോലെയല്ല. ഒരു ജോണർ മാറ്റമുണ്ട് സിനിമയുടെ കാര്യത്തിൽ. ഒരു അടുത്ത ഫേസിലേക്ക് കടന്നു എന്ന് കരുതാമോ? തീർച്ചയായിട്ടും എനിക്കിതിനെപ്പറ്റി പറയാനുള്ളത് ഈ 2024 എന്ന് പറയുന്നത് ഞാൻ സിനിമയിൽ വന്നിട്ട് 25 വർഷങ്ങൾ തികയുന്നൊരു വർഷം കൂടെ. അപ്പോൾ ഈ 25 വർഷത്തിനിടയ്ക്ക് ഞാൻ അഭിനയിച്ച സിനിമകൾ വെച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു പുതിയ ചാപ്റ്ററാണ് ആട്ടം എന്ന സിനിമ. എനിക്കൊന്ന് ആക്ടേഴ്സിനെ സംബന്ധിച്ച് 2 തരം സിനിമകളാണ് തോന്നുന്നത്. നമ്മൾ ചെയ്യുന്ന സിനിമകളും നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സിനിമകളും. നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സിനിമകൾ വളരെ റെയറായിട്ട് മാത്രമേ നമ്മളോട്ട് എത്താറുള്ളൂ. ആ സിനിമകളൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ അതെല്ലാം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. ഈവൻ ദൃശ്യമാണെന്നുണ്ടെങ്കിലും മൈ ബോസ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരു ഡയറക്ടർ ടച്ചുള്ള സിനിമകൾ വളരെ കുറച്ചേ നമ്മൾ മിക്കവാറും നമ്മളിലോട്ട് എത്താറുള്ളൂ. അങ്ങനെ എന്നിലോട്ട് വന്നൊരു സിനിമയാണ് ആട്ടം. ഇതിൻ്റെ ഒരു ഡയറക്ടർ വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് നമ്മൾ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഒരു പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാത്തൊരു ഫ്രഷ്നെസ് വരുമ്പം തന്നെ നമ്മളോട് ഒരു ഡയറക്ടർ ഇങ്ങനെ വേണം, അല്ലെങ്കിൽ നമ്മളൊന്ന് അഭിനയിക്കുമ്പോൾ അത് വേണ്ട
എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വരുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം. ഇയാൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും പുതിയത് ചെയ്യിപ്പിക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഒട്ടും തെറ്റിയില്ല. ഇതിൻ്റെ കഥ വന്ന് പറഞ്ഞപ്പോഴുള്ളതിനെ കഴിഞ്ഞും രസമായിരുന്നു ഇതിൻ്റെ ഒരു മേക്കിങ്ങും. ഇപ്പോൾ സിനിമ വന്നു കഴിഞ്ഞപ്പോഴൊക്കെ തീർച്ചയായിട്ടും 2024 ഒരുപാട് പ്രതീക്ഷകളുള്ളൊരു സിനിമയാണ് ആട്ടം. ആട്ടത്തിലെ 13 ക്യാരക്ടേഴ്സിൽ 11 പേർക്കും ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഫസ്റ്റ് ആ ഭാഗങ്ങളിലൊക്കെ തിയേറ്റർ. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിതെല്ലാം വളരെ ചലഞ്ചിങ് ആയിട്ട് എടുക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വലിയ ഇഷ്ടമാണ്. നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ എന്നോട് ആദ്യം തന്നെ വന്ന് പറയും നമുക്കിത് റിഹേഴ്സൽ വേണം, ഇപ്പോൾ 2-3 ദിവസം റിഹേഴ്സലിന് വേണ്ടി വരേണ്ടി വരും, അപ്പം ഡേറ്റൊക്കെ എങ്ങനെ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നമ്മൾ എപ്പം നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ അത് ഞാനുണ്ടാവും എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചെന്നു. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ 10-12 വർഷമായിട്ട് ഇവരെല്ലാം സുഹൃത്തുക്കളാണ്. ഇവർക്കെല്ലാം ഭയങ്കര സ്റ്റേജ് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. നമ്മൾ മിമിക്രിയാണ്, നമ്മുടെ സ്റ്റേജുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത അല്ലെങ്കിൽ വേറൊരു മൊത്തം ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് ഈ തിയേറ്റർ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, പിന്നെ ഇവരെല്ലാം ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഇപ്പോൾ വിനയ് ആണെന്നുണ്ടെങ്കിലും ഡയറക്ടർ ആനന്ദ് ആണെന്നുണ്ടെങ്കിലും ബാക്കി ഇവരുടെ കൂടെയുള്ള ഈ എല്ലാ ആർട്ടിസ്റ്റുകളും ഇവരെല്ലാം സ്റ്റേജിലെ ഗംഭീര ആക്ടേഴ്സാണ്. അതെല്ലാം സിനിമ കാണുന്നവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇവരെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് ഡ്രാമ ചെയ്തപ്പോഴും ഒക്കെ. ഞാനപ്പം ഇവരാകാൻ വേണ്ടി അങ്ങ് ശ്രമിക്കുകയായിരുന്നു, അല്ല ഞാൻ വേറെ ഒന്നും ചെയ്തില്ല. ഇവരൊക്കെ എങ്ങനെയാണ് ഡയലോഗ്സ് പറയുന്നത് നമ്മൾ നോക്കി നിൽക്കുക, ഇവർ പറയുന്ന പോലെ ഇവരോടൊപ്പം നമ്മളങ്ങ് കൂടി. അപ്പം അതുകൊണ്ടായിരിക്കാം കണ്ടവരെല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ ഗൗരി ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ളൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എൻ്റെ കഴിവല്ല, എൻ്റെ ഡയറക്ടറുടെയും പിന്നെ ഒപ്പം ഉണ്ടായിരുന്ന ഇവരുടെ എല്ലാവരുടെയും ഒരു സഹായം കൊണ്ടാണ്. ഇപ്പോൾ തിയേറ്റർ ആണെങ്കിലും അല്ലെങ്കിൽ മിമിക്രി ആണെങ്കിലും ഒരു സ്റ്റേജുമായിട്ട് അല്ലെങ്കിൽ ഓഡിയൻസുമായിട്ട് സ്റ്റേജിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനൊരു റിലേഷൻ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ പെർഫോം ചെയ്യുന്ന സമയത്ത്? ഇല്ല, അങ്ങനെ ഈ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം സ്റ്റേജ് തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ സ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ സിനിമ വരാൻ വേണ്ടി നോക്കി നിൽക്കണം. ഇത് ആ സമയത്ത് അപ്പം തന്നെ അറിയാം, അപ്പം തന്നെ ചോദിക്കും അല്ലെങ്കിൽ കൈ അടിക്കും, ഇത് അപ്പം തന്നെ അറിയാൻ പറ്റും. അതാണ് സ്റ്റേജ്. രക്ഷപ്പെടാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന്. സിനിമയാകുമ്പോൾ കുഴപ്പമില്ല. അപ്പം സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്കൊരു ധൈര്യം. അതാണ് നമുക്കൊരു ഏകദേശം നമുക്ക് അറിയാൻ പറ്റും, ആളുകളുടെ ഒരു പൾസ് നമുക്കറിയാൻ പറ്റും, എന്ത് ചെയ്താൽ എവിടെ ജനങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ 100% അത് ശരിയാവണമെന്നില്ല, എങ്കിലും നമുക്കൊരു ഏകദേശം അറിയാം. നമ്മൾ ചിലത് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വർക്കാവാൻ സാധ്യതയുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചിലത് ചെയ്തു വരുമ്പോൾ നമുക്കറിയാം ഇത് മിക്കവാറും കുഴപ്പമായിരിക്കും. അങ്ങനെ ചിന്തിക്കുന്ന സിനിമകളുണ്ട്. അതൊക്കെ ഒരു സ്റ്റേജിൽ നിന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസാണ്. അതൊരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ അത് ഒരു വേറൊരു ഫീലാണത്. ഇപ്പോൾ സിനിമ ഒരു സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്. ഡെലിബറേറ്റ്ലി അങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ട് ചെയ്തതായിരിക്കില്ലായിരിക്കും. പക്ഷേ ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ആനന്ദകർഷിയുടെ ആദ്യത്തെ പടമാണ്, എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനൊരു സിനിമ വേണം എന്നുള്ളത് ഒരു ഡിസിഷനാണ്. അപ്പോൾ അതിൽ വിഷയം ചൂസ് ചെയ്യുന്നതിൽ എന്താണ് ഒരു ടേക്ക് എന്താ എടുത്തിരുന്നത്? ഇത് ഒരിക്കലും ഇങ്ങനൊരു രാഷ്ട്രീയം പറയാൻ വേണ്ടി എടുത്തൊരു സിനിമയല്ല. ഈ സിനിമയുടെ ഏറ്റവും സ്ക്രാച്ചിൽ തന്നെ നമ്മളിങ്ങനൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ സംവിധായകനും ഞാനും കൂടെ ഇപ്പോൾ നമ്മളെടുത്തൊരു ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പറ്റം ആളുകളുടെ സിനിമയായി അവസാനിക്കേണ്ട ഒരു സിനിമയല്ല. ഇത് ഈ പറയുന്ന സിനിമ ഒരു മെജോറിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മ കണ്ടു കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഒരു IT-യിൽ വർക്ക് ചെയ്യുന്ന ആളോ, അല്ലെങ്കിൽ കളക്ടറോ, അല്ലെങ്കിൽ മറ്റേ ഓട്ടോറിക്ഷ ഓടിക്കുന്ന കേട്ടോ, പെയിൻറ്റ് പഠിക്ക് പോകുന്ന എല്ലാ ആളുകൾക്കും റിലേറ്റ് ചെയ്യാവുന്ന എൻഗേജിങ് ആയിട്ടുള്ള അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന സിനിമയായിരിക്കണം. അതിൻ്റെ അർത്ഥം നമ്മൾ കമേഴ്ഷ്യൽ സിനിമയുടെ ഒരു കൺവെൻഷണൽ സ്വഭാവം ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും നല്ല പേസുള്ള ഒരു മറ്റേ പറയുന്ന പോലെ സീറ്റഡ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സിനിമയായിരിക്കണം എന്ന് പറയുന്നതാണ്. അപ്പോൾ അതായിരുന്നു പ്രയോറിറ്റി. പിന്നെ ഈ സിനിമ ഉണ്ടായപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ സിനിമ ഉണ്ടാകാനുള്ള കാരണം, നമ്മൾ ഈ 10-20 വർഷത്തോളം അടുപ്പമുള്ള സുഹൃത്തുക്കൾ, അപ്പോൾ അതിൽ എൻ്റെ കൂടെ ഒരുപാട് വർഷം മനസ്സിനോട് ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാണ്. നമ്മൾ കോവിഡിന് ശേഷം ഒരു യാത്ര പോവുകയും, അപ്പോൾ ആ യാത്രയിൽ നമ്മൾ തീരുമാനിക്കുകയാണ്, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എല്ലാവരുടെയും, അവർ പല തരം ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ പെയിൻറ്റ് പണിക്ക് പോകുന്ന, ടൈല് പണിയെടുക്കുന്ന, അല്ലെങ്കിൽ ഈ പച്ചക്കറി വിൽക്കുന്ന ആളുകളൊക്കെയാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇവരൊക്കെ നല്ല ആക്ടേഴ്സുമാണ്. അപ്പോൾ എവിടെയോ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് എന്നെ ഹോണ്ട് ചെയ്യുന്നൊരു വിഷയം അത്. ഈ പറയുന്ന പോലെ ഇപ്പോൾ എന്നെ ലീഡ് റോളിൽ വെച്ച് സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സൊക്കെ ഉള്ളൊരു സമയമാണ് കഴിഞ്ഞ 4-5 വർഷമായിട്ട്. അപ്പോൾ എനിക്ക് എങ്ങനെയായിരിക്കും, ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നൊരു നടൻ, നമ്മൾ പെട്ടെന്നൊരു ദിവസം പൊട്ടി മുളക്കുന്നതല്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഗ്രോത്തിനും ഞാനൊരു നടനാകാനുള്ളതിൽ ഈ പറയുന്ന പല ആളുകളും കാരണക്കാരാണ്.
റൂട്ട്സ് എന്ന് പറയുന്നത് റൂട്ട്സും ഇവർ തിരിച്ചറിവുണ്ടാക്കുക എന്ന് പറയില്ലേ. അപ്പോൾ ഇതിൽപ്പെട്ട ചില സുഹൃത്തുക്കളൊക്കെ പറയണം, നീ ചെയ്യുന്നത് ഇൻട്രസ്റ്റിംഗ് ആട്ടോ, അല്ലെങ്കിൽ നീ ഗ്രൂപ്പിൽ ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നീ അങ്ങനെ ചെയ്ത് ഭയങ്കര അത്തരം ചിന്തകളിൽ നിന്നാണ് നമ്മളെ തന്നെ കണ്ടെത്തിയത്. അപ്പോൾ എനിക്ക് എവിടെയോ ഒരു ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആലോചന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആനന്ദിനോട് ചോദിച്ചു. ആനന്ദ് ഇംതിയാസ് അലിയുടെയൊക്കെ അസിസ്റ്റൻ്റ് ആയിരുന്നു. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഭയങ്കര വെൽ റെഡ് ആയിട്ടുള്ള ഒരു, ഞങ്ങൾ ജൂനിയറായിട്ട് വരുവേ. അവനോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഈ ലോകധർമ്മില് ജൂനിയർ ആയിരുന്നു. അപ്പോൾ ഈ 11 പേരെ നമുക്ക് ഇവരുടെ ടാലൻറ്റിനെ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു തിരക്കഥ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ, കാര്യം ഞാൻ വേറെ സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഓരോ സിനിമയ്ക്ക് ഓരോ പ്രയോറിറ്റി പേർപ്പസ് ഉണ്ടല്ലോ, അങ്ങനെ നിനക്ക് വളരെ ശക്തമായിട്ടുള്ള ഈ പറയുന്ന ഒരു കമേഴ്ഷ്യൽ സ്പേസിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന, പ്രൊഡ്യൂസറിന് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു തിരക്കഥ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ ചോദ്യം. ആനന്ദ് അത് ഭയങ്കര സ്പിരിറ്റിലെടുക്കുകയും അവരതിൻ്റെ ഒരു 1 ലൈൻ തന്നു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത്. അപ്പോൾ ഒരു ജോണർ ബ്ലെൻഡിങ് നടത്തിയിട്ടുണ്ടല്ലോ. ജോണർ ബ്ലെൻഡിങ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതില്ല, ഇത് സ്ത്രീപക്ഷ രാഷ്ട്രീയം സംസാരിക്കുന്ന സിനിമയാകണം എന്നുള്ളതല്ല. നമ്മൾ മെജോറിറ്റി 11 ആണുങ്ങളാകുമ്പോൾ ഒരു ഗ്രൂപ്പ് അഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ആണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പെൺകുട്ടിയായി. ഇപ്പോൾ ആ പെൺകുട്ടി ഇപ്പം ഞാനും നിങ്ങളും എല്ലാ ആളുകളും ലൈഫിൽ കൗണ്ടർ ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ നമ്മളൊരു സ്ത്രീപക്ഷ സിനിമ എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. നമ്മുടെ കോൺസെപ്റ്റ് തന്നെ എൻഗേജിങ് ആയിട്ടുള്ള, അതായത് ആഴമുള്ള സിനിമ ഉണ്ടാകണം, ഡെപ്തുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ആളുകൾ എനിക്ക് ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ തിയേറ്ററിൽ ആളുകൾ വന്ന് കൈയടിക്കുന്ന സിനിമ ചെയ്യാന്ന് പറയുന്നതായിരുന്നു. ഇതൊക്കെ ഈ പറയുന്ന പോലെ ബൈ പ്രൊഡക്റ്റാണ്. ഈ ഒരു രാഷ്ട്രീയം സംസാരിക്കപ്പെട്ടു എന്ന് പറയുന്നത് ബൈ പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ ഒക്കെ നമ്മൾ ജഡ്ജ്മെൻ്റലായിട്ട് ഓക്കെ ഇതൊരു തിയേറ്റർ ഒരു ഫെസ്റ്റിവൽ സ്വഭാവമുള്ള ഒരു സിനിമ ആയിരിക്കും എന്ന് കരുതിയിരുന്നു. പക്ഷേ പിന്നീട് ഇത് കാണുമ്പോൾ ഭയങ്കര സസ്പെൻസ് ഒരു സസ്പെൻസ് ഡ്രാമ എന്ന് വിളിക്കാവുന്ന ഒരു ജോണറിലാണ് സിനിമ. ഒരു ക്രൈം സസ്പെൻസ് ഡ്രാമയാണ്. ഇതിലൊരു ക്രൈമും ഉണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ട ആളുകളൊക്കെ പറഞ്ഞാൽ നമ്മൾ സിനിമയിൽ ഹുക്കായി കഴിഞ്ഞാൽ പിന്നെ സിനിമ അവസാനിക്കുന്നവരെ നമ്മളിങ്ങനെ ഒരു സീറ്റ് എഡ്ജിലിരുന്ന് കാണുന്ന ഒരു സിനിമയാണെന്നുള്ളതാണ്. ഇതിനെ കൊമേഴ്ഷ്യലായിട്ട് കൺസീവ് ചെയ്തിട്ട് അതിലൊരു എലമെന്റ് ഇതേപോലെ ഫെസ്റ്റിവലിലേക്ക് കൂടി എന്നുള്ളൊരു എലമെന്റ് പ്ലേസ് ചെയ്യണം. കോണ്ടന്റിന്റെ മെറിറ്റ് കൊണ്ടിട്ടാണ് ഫെസ്റ്റിവലിൽ കിട്ടിയത്. നമ്മൾ തിരഞ്ഞെടുത്ത കോണ്ടന്റും അത് സിനിമയായി വന്നപ്പോഴുള്ള അതിൻ്റെ ഒരു മെറിറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ പുറത്താണ്. അതല്ലാതെ ഒരു തരത്തിലും ഈ പറയുന്ന പോലെ അങ്ങനെ അതാണ് ഈ പറയുന്ന ആളുകൾ ഓരോ പേരുകളിട്ട് വിളിക്കുമ്പോൾ നമുക്കത് കുറച്ച് ഓടായിട്ട് ഫീൽ ചെയ്യും. ഇത് ഒരു കമേഴ്ഷ്യൽ സ്പേസിൽ നിൽക്കേണ്ട തിയേറ്ററിക്കലായിട്ടുള്ളൊരു സിനിമയാണ്. ഇപ്പോൾ ജോയ് മൂവീസ് എന്ന് പറയുന്നതും അവർ ചെയ്യുന്ന സിനിമകളിന്മേലും ഇപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ രീതിയിലും ഇത് കൺസിഡർ ചെയ്യപ്പെടും എന്ന് കരുതുന്നു. അതേപോലെ ഇപ്പം ഇനി കുറച്ചുകൂടി പേഴ്സണലായിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ വിനയ് ഫോർട്ടിൻ്റെ ശബ്ദത്തെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് കരുതാമല്ലോ. അങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ അതൊരു പരിമിതിയായിട്ട് കൂടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ആക്ടർ ആണല്ലോ. അല്ല, ശബ്ദം എനിക്ക് തോന്നുന്നത് എന്താന്ന്, പണ്ട് എനിക്ക് അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് കോംപ്ലിമെന്റ് കിട്ടും. ഇപ്പോൾ ആളുകളൊക്കെ എന്നോട് കുറെ സ്ത്രീകളൊക്കെ പറയാറുണ്ട്, കേട്ടാ ഭയങ്കര രസമുള്ള അതിൻ്റെ അല്ല, തീർച്ചയായിട്ടും. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയോ, എന്നെ ഇങ്ങനെ നിർത്തിയിട്ട് പരിമിതി നോക്കാൻ പോയി കഴിഞ്ഞാൽ A to Z പരിമിതി കാണാം. അപ്പോൾ ഈ പരിമിതികൾ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളിടത്താണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ SI ആയിട്ടും അല്ലെങ്കിൽ CI ആയിട്ടും അല്ലെങ്കിൽ ഭയങ്കര സീരിയൽ കില്ലർ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളുടെ ഈ രൂപവും നമ്മളുടെ ഈ ശബ്ദമൊക്കെ വെച്ച് തന്നെ നമ്മളത് പുൾ ഓഫ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു ഇപ്പം ഞാൻ ഗ്രേറ്റ് ആക്ടേഴ്സിനെ അവരുടെ പെർഫോമൻസസൊക്കെ നോക്കുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഭയങ്കര പരിമിതിയുള്ള ആളുകളാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും പരിമിതി തോന്നരുത് നമ്മളൊരു കഥാപാത്രമായിട്ട് വരുമ്പോൾ. ഇപ്പോൾ ഞാനതിനെ കുറച്ചൊരു പോസിറ്റീവായിട്ട് പറയുമ്പോൾ, ഇപ്പോൾ വിനയ് ഫോർട്ട് എന്ന് പറയുന്ന ആക്ടർ എന്താ പറയുക, കഥാപാത്രത്തിലേക്ക് അങ്ങോട്ട് പോകുന്ന ആളല്ല. കഥാപാത്രത്തിന് ഞാൻ ആ കഥാപാത്രമാണെങ്കിൽ, ഇപ്പോൾ ഉർവശീനൊക്കെയല്ലേ നമ്മൾ അങ്ങനെ പറയുക, അത് അങ്ങനെ ഒരു മീറ്റർ അല്ലെങ്കിൽ ഇതാണ് എൻ്റെ ഒരു ആക്ടിങ് സ്റ്റൈൽ എന്ന് കണ്ടെത്തുന്നത് പഠന സമയത്താണോ, അതോ തിയേറ്റർ എന്താ അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യം? നമ്മൾ കുഞ്ഞിലെ വേറെ പണിയൊന്നും എടുക്കണ്ടെന്ന് തീരുമാനിച്ച ആളാണ്. 4ാം ക്ലാസ്സിൽ ഞാൻ നാടകം കളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു ഇതാണ് എൻ്റെ ജേണി, ഇതാണ് ഞാൻ അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്നൊരു മേഖല ഇതാണെന്നുള്ളതാണ് തിരിച്ചറിവുണ്ടായത്. പിന്നെ അതിനെ ഞാൻ ഫോളോ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇങ്ങനൊരു ഒബ്സർവേഷൻ ഉണ്ടായിട്ടുണ്ടോ, ഞാൻ ക്യാരക്ടേഴ്സിന് ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്?
ഒന്നെന്താണെന്നറിയോളൂ, ഈ ഞാൻ കൂടുതലും ചെയ്യുന്നത് ഈ സത്യസന്ധമായിട്ടിരിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ ക്യാരക്ടറിനെ തേടി അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത് ആക്ഷൻ്റെയും കട്ടിൻ്റെയും നടുക്കുള്ളൊരു പരിപാടിയാണ്. ഇപ്പം ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിക്കുന്നു, ഞാൻ അങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്. ഇത് ഈ ആക്ഷൻ്റെ കട്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഞാൻ എന്നിൽ ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ആട്ടത്തിലെ വിനയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ തമാശയിലെ ശ്രീനിവാസൻ മാഷ് ചെയ്യുമ്പോൾ, ഞാൻ ആ ശ്രീനിവാസൻ മാഷിനെ എന്നിൽ അന്വേഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ ഏത് ഭാഗത്ത്, അല്ലെങ്കിൽ എൻ്റെ എന്താണുള്ളത്, അല്ലെങ്കിൽ ഈ ഞാൻ എന്ന് പറയുന്ന വിനയ് എന്ന് പറഞ്ഞൊരു ആക്ടർ ഉണ്ടല്ലോ, ഇതിൻ്റെ എന്തൊക്കെ ഒഴിവാക്കാം, ശ്രീനിവാസൻ എങ്ങനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യാം, അങ്ങനെയാണ് ഞാൻ ആലോചിക്കാറുള്ളത്. മറ്റ് വേറൊരു കഥാപാത്രമായി മാറാനുള്ള ഒരു പൊട്ടൻഷ്യൽ എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടെത്തിയിട്ടില്ല ഇതുവരെ. ഓക്കെ, ഇനിയിപ്പോൾ ദൃശ്യത്തിന് ശേഷമുള്ളൊരു ചേഞ്ച് ഉണ്ടല്ലോ കരിയറിൽ. ഇപ്പോൾ പൊതുവേ വളരെ വിരളമായിട്ടാണ് ഈ കോമഡിയിൽ നിന്ന് വന്നിട്ട്, അല്ലെങ്കിൽ മിമിക്രി ഫീൽഡിൽ നിന്ന് വന്നിട്ട് സ്വഭാവ നടനായി, അല്ലെങ്കിൽ ആ ഒരു സ്കില്ല് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആക്ടേഴ്സ് വളരെ റയറാണ്. പക്ഷേ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള അഭിനേതാക്കൾ സക്സസ് ആയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ഈ ഇതുമായിട്ട് ബ്ലെൻഡ് ചെയ്യുന്ന എന്ത് ഫാക്ടറാണുള്ളതെന്ന് ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഹ്യൂമർ ചെയ്യാൻ പറ്റുന്നവർക്ക് എനിക്ക് തോന്നുന്നു മിക്ക കഥാപാത്രങ്ങളും ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിമിക്രിയുമായിട്ട് മിമിക്രി ഒബ്സർവേഷൻ ആണോ അതിൻ്റെ? ഒബ്സർവേഷൻ തന്നെ. എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ട് സ്റ്റേജിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 2 മണിക്കൂർ ഷോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരു 8 or 9 ക്യാരക്ടേഴ്സായിട്ട് നമ്മൾ വരുന്നത്. ചിലപ്പോൾ നമ്മൾ പള്ളിയിലച്ചനായിട്ട് വരും, കള്ളുകൂടിയനായിട്ട് വരും, മനസ്സിലായില്ലേ? പല ക്യാരക്ടേഴ്സല്ല SI ആയിട്ട് വരും അതിനകത്ത്. മനസ്സിലായി? ചിലപ്പോൾ പെണ്ണായിട്ടായിരിക്കും നമ്മൾ വേഷം കിട്ടുന്നത് സ്കിറ്റിനകത്ത്. അപ്പോൾ നമ്മൾ പല ക്യാരക്ടേഴ്സ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെല്ലാം അവർ ഒരു ഇൻഡിവിജ്വൽ ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം വ്യത്യസ്തമായിട്ട് ഇരിക്കുന്നുണ്ടാകും. അതൊന്നും അന്ന് നമ്മൾ പ്ലാൻ ചെയ്തതല്ല. നമ്മളിപ്പം നമ്മൾ ആലോചിക്കുമ്പം അത് വളരെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നാറുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യുമ്പം ഒരുപാട് പേര് വലിയ ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഹ്യൂമർ ചെയ്യുന്നവർക്ക് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റുമെന്ന്. അത് സത്യമാണത്. പക്ഷേ എല്ലാവർക്കും ഹ്യൂമർ ചെയ്യാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ഹ്യൂമർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല, ഏറ്റവും ടഫസ്റ്റ് ആണത്. നമ്മളത് പൊളിഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. നമ്മളെ നോക്കി കാണുമ്പം മിമിക്രിക്കാരൻ എന്ന് പറയാനും, മിമിക്രി ഇപ്പോഴും മിമിക്രി നമ്മൾ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒരു വലിയ കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഇമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നല്ല പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ അതൊരു ബേർഡൻ ആവുമല്ലോ. അപ്പോൾ അതെങ്ങനെ മാറ്റി വെക്കുകയാണോ? അത് കുറേ പേർക്ക് അത് കുഴപ്പമായിട്ട് വന്നിട്ടുണ്ട്. അത് പിന്നീട് അവർ അഭിനയിക്കുമ്പോഴും ചില നടന്മാരുടെയൊക്കെ ഇൻഫ്ലുവൻസ് കയറി വരുന്നൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ മിമിക്രി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ അങ്ങനെ ഇപ്പോൾ അങ്ങനെ നമ്മളൊരു സിനിമയിലേക്ക് അത്യാവശ്യം നമുക്ക് ചെറിയ വേഷങ്ങളൊക്കെ കിട്ടി തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ മിമിക്രി എന്ന് പറയുന്ന ഈ പ്രാക്ടീസ് നമ്മളങ്ങ് ഇച്ചിരി കുറച്ചില്ലെങ്കിൽ നമ്മൾ ആരെ ഇഷ്ടപ്പെടുന്നു അവരിങ്ങനെ നമ്മുടെ ഉള്ളിലുണ്ടാവും. നമ്മളെങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും അതിങ്ങനെ കുറച്ചൊക്കെ കയറി വരും. ദിലീപേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് നാളെടുത്തിട്ടാണ് ദിലീപേട്ടൻ ഇന്നസെൻ്റ് ചേട്ടൻ്റെയും അമ്പിളിച്ചേട്ടൻ്റെയൊക്കെ ഒരു സ്റ്റൈലൊക്കെ ബോഡി ലാംഗ്വേജ് നിന്ന് പോയെന്ന് ദിലീപേട്ടൻ തന്നെ പറയും. അത് നമ്മളറിയുന്നുണ്ടാവില്ല, നോക്കി കാണുന്ന ഒരാളായിരിക്കും പറയുന്നത്, ശരി ആ സ്ഥലം ചെയ്തപ്പോൾ ഇന്ന സംഭവം വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും അത്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ സിനിമയിലോട്ടൊക്കെ കുറച്ച് വന്നതിന് ശേഷം പിന്നെ മിമിക്രിയിലെ ഈ പ്രാക്ടീസ് പരിപാടികൾ കുറച്ചു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് പേരങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല, ഇങ്ങനെ വേറെ ആരെങ്കിലും ഒരു സ്റ്റൈൽ വരുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അതൊരു ഭാഗ്യമാണ്. പാട്ടത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ മനുഷ്യരുടെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം, അല്ലെങ്കിൽ ആട്ടക്കാർ എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു പേര് തിരഞ്ഞെടുക്കുമ്പോൾ ഉള്ള ഒരു പ്രയോറിറ്റി എന്തായിരുന്നു? ഈ ഒരൊറ്റ പേരിലേക്ക് ഫിക്സ് ആവുമായിരുന്നു? ഇത് രണ്ടും തന്നെയായിരുന്നു. ഈ പറയുന്ന ഞങ്ങൾ ആട്ടം നടത്തുന്ന ഞങ്ങൾ നാടകക്കാരെന്ന് പറഞ്ഞതും ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം. ഈ ലാസ്റ്റത്തെ ആ ഒരു സീക്വൻസിൽ ഓരോരുത്തർ പറയുന്ന ഡയലോഗുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ ആ ഒരു ആശയത്തെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും സ്പെസിഫിക് ആയിട്ട് ഇന്ന ആൾ ഇന്നത് പറയണം എന്ന് വന്നാൽ മാത്രമേ ഇതിനൊരു കൺക്ലൂഡിങ് സ്വഭാവം ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്ക്രിപ്റ്റിങ്ങിൽ അത്രയും പ്രിസൈസ് ആയിരുന്നോ ഓരോരുത്തരും എന്ത് ചെയ്യണം എന്നുള്ളതിൽ? വിനയ് അതിലേതെങ്കിലും സാഹചര്യത്തിൽ പാട്ടായിട്ടുണ്ടോ? സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടില്ല. ഞാൻ ആക്ടേഴ്സ് ട്രെയിനിങ് പരിപാടി ഞങ്ങളൊരു 10-35 അല്ലെങ്കിൽ 40 ദിവസം അടുത്ത് റിഹേഴ്സൽ ചെയ്തിരുന്നു. അപ്പോൾ ആക്ടേഴ്സ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇവരെ ട്രെയിൻ ചെയ്യിച്ചത് ഞാനും എൻ്റെ ഡയറക്ടർ ആനന്ദും കൂടെയാണ്. സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ടും A to Z ആനന്ദ് തന്നെ ഒറ്റയ്ക്ക് ചെയ്താണ്. എനിക്കൊന്ന് ഈ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സിനിമയിലെ ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും നല്ലതെന്നാണെന്ന് വെച്ചാൽ ഞാൻ പറയും എൻ്റെ റൈറ്റിംഗ് ആണെന്ന് പറയും. കാര്യം
ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 10-11 വരെ നിരത്തി എടുത്തിട്ട് ഇവരെ വെച്ചിട്ട് സിനിമയാണോ എന്ന് പറയുന്നതിന് എന്ത് ക്രൂരത അത് ഒരു എഴുത്തുകാരനോട്. എല്ലാവർക്കും അതേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അറ്റ് ദ സെയിം ടൈം ഈ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണ്ടേ. ആളുകളുടെ അറ്റൻഷൻ ഒരു തരി പോകാണ്ട് എങ്ങനെ ഇത് ക്രാഫ്റ്റ് വലിയ സീനുകളില്ലാത്തതുകൊണ്ട് സംസാരം ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. സംസാരവും ഈ പറയുന്ന പോലെ ഒട്ടും ഈ പറയുന്ന പോലെ സത്യസന്ധമായിരിക്കണം. എന്തെങ്കിലും ഫാബ്രിക്കേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു കൺവീനിയൻസ് പരിപാടി വന്നാൽ നമ്മളെപ്പോലുള്ള ആളുകൾ തന്നെ പിടിക്കും. അത് അതിന് വേണ്ടിയിട്ടല്ലേ എന്ന് ചോദിക്കില്ലേ. അങ്ങനെ ഇതുവരെ എനിക്ക് ചോദിക്കേണ്ട വന്നിട്ടില്ല. അങ്ങനെ ഒരു റൈറ്റിംഗ് എക്സെപ്ഷണലി ഗുഡാണ് പടത്തിൻ്റെ. ആ സ്പേസ് യൂസ് ചെയ്താണെങ്കിലും ഇപ്പോൾ ഒരുപാട് തുടക്കത്തിലൊക്കെ മാറി മാറി വരുന്നെങ്കിലും പിന്നെ മെയിനായിട്ട് ആ ഒരു വീടാണ്. അതിൻ്റെ എല്ലാ പാട്ടും നമുക്ക് ഒരു വിരസത തോന്നാത്ത പോലെ എല്ലാ സ്പേസും യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവസാനം ഇതിൻ്റെ പുറവശം പോലും ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ പ്ലേസ് ചെയ്യുന്നത് കഥ ഒരു സ്പേസിലേക്ക് പ്ലേസ് ചെയ്യായിരുന്നോ, അതൊരു ലൊക്കേഷൻ കണ്ടതിന് ശേഷം അങ്ങനെ ഒരു മേക്കിങ്ങിലേക്ക് കടക്കുകയായിരുന്നോ? അല്ല, മറ്റേ അതൊക്കെ എഴുതി ഉണ്ടാക്കിയാണ്. എന്നിട്ട് ഞങ്ങൾ അതിന് ശേഷമാണ് ഈ ലൊക്കേഷൻ കണ്ടിട്ട് ശബ്ദം പാടില്ല, സിങ് സൗണ്ട് ആയിരുന്നു, അങ്ങനെ ഒരു സ്ഥലത്തിലേക്ക് എത്തിപ്പെട്ടത്. ഇത് ഏറ്റവും വലിയ കോംപ്ലിമെൻ്റ് ആയിരുന്നു പടം കണ്ടിട്ട്. ഒരുപാട് ആളുകൾ ചോദിച്ചു ഇത് ഇംപ്രവൈസ്ഡ് ആണോ എന്ന് ചോദിച്ചു. ഒരു വരി ഇംപ്രവൈസ് എന്ന് പറഞ്ഞാൽ ഇംപ്രവൈസ് ചെയ്യും നമ്മൾ, പക്ഷേ പ്രാക്ടീസ് ചെയ്തത് ഇതിന് വേണ്ടിയിട്ടാണ്. കാണുന്ന ആളുകൾക്ക് ഇത് അഭിനയമായിട്ട് തോന്നരുത്, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കാറില്ല 40 ദിവസം. അപ്പോൾ റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ ഈ സിനിമയുടെ ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന പണിക്ക് റിസൾട്ട് വേണമെങ്കിൽ ഇത്രത്തോളം പ്രാക്ടീസ് ആവശ്യമാണ്. പ്രത്യേകിച്ച് 10-15 പുതിയ ആക്ടേഴ്സിനെ വെച്ച് ചെയ്യുമ്പോൾ അത് അവരൊരു മീറ്റർ കണ്ടെത്താനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? അത് ഈ റിഹേഴ്സൽ ടൈമിലാണോ ഓവർകം ചെയ്തു വന്നത്? നമ്മൾ ഓരോ ലൈനിൽ പിടിക്കുമായിരുന്നു. ഇപ്പം നിങ്ങളൊരു ലൈൻ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഒരു സബ് ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഞാൻ ചോദിക്കുമായിരുന്നു. ഈ ലൈൻ പറയുന്നു, ഈ ലൈനൊരു അർത്ഥമുണ്ട്, പക്ഷേ ഇതിനടിയിലൊരു സബ് ടെക്സ്റ്റ് ഉണ്ട്, ഇതെന്താണെന്ന് ചോദിക്കും. അങ്ങനെ ചോദിച്ച് അല്ലെങ്കിൽ ആനന്ദിൻ്റെ വേറെ അഡ്വാൻറ്റേജ്, ആനന്ദ് ബേസിക്കലി ഗംഭീര നടനാണ്. ഇവൻ സ്റ്റേജിൽ ഇവൻ ഗംഭീര ആക്ടറാണ്. ഇവന് ഇവൻ്റെ സ്കൂളിലുമൊക്കെ ബെസ്റ്റ് ആക്ടറെ കിട്ടിയാണ്. അപ്പോൾ ആനന്ദ് ഓൾറെഡി നല്ല ആക്ടറാണ്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണ്. പിന്നെ ഞാൻ 10-15 വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ട്രെയിൻ ചെയ്ത് അവസാന ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പറയുന്ന ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പറയും ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് പറയും. ഞാൻ ഇത്ര നാളായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഫിലിം സ്കൂളിൽ എൻ്റെ ലേണിങ്ങും എല്ലാം തന്നു കഴിഞ്ഞു. ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മര്യാദ അഭിനയിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളും എടുത്ത് പറയുന്നൊരു കാര്യമാണ് പെർഫോമൻസസ്. ഞങ്ങൾക്കൊക്കെയാണ് ചലഞ്ച്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആളുകൾ ഗംഭീരമായിട്ട് അഭിനയിക്കുന്ന കാണുക എന്ന് പറഞ്ഞാൽ ഒരു ട്രീറ്റാണത്. ഇപ്പോൾ നമ്മളെന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ വർഷങ്ങളായിട്ട് ഞങ്ങളെ കാണുന്നതല്ലേ. അപ്പോൾ എൻ്റെയൊക്കെ ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര മല്ലന്മാർ അല്ലെങ്കിൽ പുതിയ ആളുകൾ ചെയ്യും, അവർ 50 ചെയ്താൽ മതി. അവരുടെ 50-ലേക്ക് എത്താൻ ഞാൻ 50, അവരുടെ 50-ലേക്ക് എത്താൻ ഞാൻ 100 ചെയ്യണം. അപ്പോൾ അതിൻ്റെ കണ്ടെത്തലുകൾ അങ്ങനെ. ഞാൻ കഴിഞ്ഞൊരു വേറെ പരിപാടി പറഞ്ഞു, നമ്മൾ ഇതെല്ലാം ചെയ്യുമ്പോഴും റിലാക്സ്ഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരു അടുത്ത സുഹൃത്തിൻ്റെ അവൻ ഡയറക്റ്റ് ചെയ്യുന്നൊരു സ്പേസ് ആയതുകൊണ്ടിട്ട് നമ്മൾ ജനറലി അറ്റംപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു മറ്റേ മാങ്ങാത്തൊലി എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനങ്ങളാണെങ്കിലും മറ്റേ നമ്മൾ ലൈഫിൽ എനിക്ക് തോന്നുന്നു വിനയ് സംസാരിക്കുന്ന ഒരു ഭാഷയും സംഭവങ്ങളൊക്കെ 100%. ഇതിൻ്റെ തുടക്കത്തിലൊരു ആലോചന ഉണ്ടായിരുന്നു, ഇത് വേറൊരു ക്യാരക്ടറൈസേഷൻ നമുക്ക് പിടിച്ചാലോ എന്നൊക്കെയുള്ള. അപ്പോൾ ഞാനിതിനോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയോറിറ്റി സിനിമയാണ്, ഞാനോ എൻ്റെ കഥാപാത്രവും അല്ല. സിനിമ അറ്റ് എനി കോസ്റ്റ് വർക്ക് കാണാം. പിന്നെ എനർജറ്റിക് ആയിരിക്കണം. ഓരോ സീൻ നിങ്ങൾ ആ സിനിമയിൽ ഒരു സീൻ കണ്ട ആ സീൻ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. അപ്പോൾ ഞാനൊരു ക്യാരക്ടറൈസേഷൻ പിടിച്ച് ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ആക്സെൻറ്റ് പിടിക്കുകയോ ഞാൻ എന്തെങ്കിലും ഒരു ബോഡി ലാംഗ്വേജിൽ എന്നെ ഓക്കെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രീഡം എവിടെയോ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു, ഞങ്ങൾ 10-15 പേരെ ലോഞ്ച് ചെയ്യുമ്പോൾ അല്ല 1-2 പേര് വീക്കാണെങ്കിൽ അവരുടെ പരിമിതിയും കൂടെ നമ്മൾ അതിജീവിക്കേണ്ടി വരും. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു ഓൾറൗണ്ടർ പോലെ ഒരു എനർജി ബോൾ ഉണ്ടല്ലോ അതേപോലെ ഫങ്ഷൻ ചെയ്യാം. അപ്പോൾ എനിക്ക് ആ സീൻ്റെ ആ ടെമ്പോ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇയാൾ കുറച്ച് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് അരിശം വരുന്ന അല്ലെങ്കിൽ എല്ലാത്തിലും എനർജറ്റിക് ആയിട്ടുള്ള ക്യാരക്ടറാണല്ലോ. ആളുടെ പരിപാടി വേറെ ആണെങ്കിലും
എനർജി ലെവൽ എപ്പോഴും ഹൈ ആയിരുന്നു. അപ്പം പിന്നെ ആ കൂട്ടത്തിലും യങ് ആണ് എന്നുള്ളത് കൊണ്ടും എല്ലാവരിലും ഇടപെടാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു ക്യാരക്ടറിന്. ഇപ്പോൾ ഷാജോന്റെ ക്യാരക്ടർ ആണെങ്കിൽ അതിനെ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി ഭയങ്കര മാനിപ്പുലേറ്റീവ് ആണ്. ഇവരുടെ ഇടയിൽ സുപ്പീരിയർ ആണ് എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ത്രൂ ഔട്ട് ക്യാരക്ടർ നടത്തുന്നുണ്ട്. ഈ ക്യാരക്ടറിന് കിട്ടിയിരുന്നൊരു ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെ തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു എന്നോട് പറഞ്ഞിരുന്നു ഡയറക്ടർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവരെ ഇതിനകത്ത് നിന്ന് പോയി സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, എന്നാൽ ഇതിൽ നായകനാണ്. എന്നാൽ ഈ പുള്ളിക്ക് തൊട്ട് അഭിനയിക്കാൻ നല്ല നടനുമല്ല ഇയാൾ. നാടകത്തിൽ ഇയാൾ നല്ല നടനല്ല, പക്ഷേ ഇയാൾ സിനിമയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇയാളൊരു ഇച്ചിരി മാറിയാണ് ഇവരിൽ നിന്ന് നിൽക്കുന്നത്. കുറച്ച് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാൽ ഇയാൾക്ക് ആരെങ്കിലും കുത്താൻ പറ്റുന്ന സമയത്തൊക്കെ കുത്തും. ഫുള്ള് ഒരു അറ്റൻഷൻ ഇയാളിലോട്ട് ഇയാൾ കൊണ്ടുവരും. അതിന് ഇയാൾ എന്ത് തമാശകളും പറയാതെ മറ്റുള്ളവർക്ക് വേദനിച്ചാലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരാളാണെന്ന് ഡയറക്ടർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ സീൻ ചെയ്യുമ്പോഴും അത് പറഞ്ഞു തരും, ആനന്ദ് പറഞ്ഞു തരും ഇങ്ങനെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു എനിക്ക്. ഇനിയിപ്പോൾ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ എങ്ങനെയായിരിക്കും? ഈ സിനിമയുടെ ബാക്കി ക്രൂ ഒപ്പമായിരിക്കും അതോ ഏതെങ്കിലും പ്രൊജക്റ്റിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടോ രണ്ടുപേരും? ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ന്യൂ ഇയറിന് എന്തായാലും വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഇതിൻ്റെ റിലീസിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റിംഗ്. ഇപ്പം വിനയ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലല്ലല്ലോ? ഇപ്പോൾ ഞാൻ ഫോർട്ട് കൊച്ചിയിലാണ് എൻ്റെ വീട്. ഞാൻ വീക്കെൻഡ്സ് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഒരിടത്തുമില്ല ഞാൻ. ഇപ്പോൾ താമസിക്കുന്നത് ഞാനിപ്പോൾ ചേരാനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെയില്ല, വീട്ടിലുമില്ല. കാര്യം രാവിലെ എവിടെയെങ്കിലും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കും, അപ്പോൾ കുളിക്കും, പ്രൊമോഷൻ തന്നെ ഇറങ്ങും, പാതിരാത്രി 12 മണി 1 മണിയാകുമ്പോൾ കയറി ചെല്ലും. അങ്ങനെ നടക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ആനന്ദിൻ്റെതെന്ന പോലെ തന്നെ ഈ സിനിമ ഡോക്ടർ അജിത് ജോയുടെയാണ്. ഡോക്ടർ അജിത് ജോയ് എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഈ സിനിമയിൽ വന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ്. ഈ നിമിഷം വരെ ക്രിയേറ്റീവ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താവശ്യപ്പെട്ട് കഴിഞ്ഞാലും അത് ഫുൾ പുള്ളി പ്രൊവൈഡ് ചെയ്യും. വലിയ വലിയ സിനിമകളുടെ ടെക്നിക്കൽ ക്വാളിറ്റിയിലാണ് പടം ഷൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വലിയൊരു കമേഴ്ഷ്യൽ സിനിമ, ഒരു സ്റ്റാറിൻ്റെ പടം, വലുതെന്ന് പറയുന്നില്ല, ഒരു സ്റ്റാർ സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന ബഡ്ജറ്റിലാണ് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒബ്ലിഗേഷൻ ഉണ്ട്. അപ്പോൾ പുള്ളി ഓൾറെഡി ഹാപ്പിയാണ് നമ്മൾ ഇത്രത്തോളം അച്ചീവ് ചെയ്തു എന്നുള്ളത്. പക്ഷേ അതല്ലല്ലോ തിയേറ്റർ സക്സസ് എന്നുള്ളത്. ഈ സിനിമയുടെ വിജയം എന്താണെന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈ സിനിമയുടെ വിജയം നമ്മൾ വിജയിച്ചു എന്ന് നമ്മൾ പറയുന്നത് ഈ സിനിമയിലെ തിയേറ്ററിക്കൽ വാച്ചാണ്. ഈ സിനിമ തിയേറ്ററിൽ എത്ര ആളുകൾ വന്ന് കണ്ടു, ഈ സിനിമ എത്ര പൈസ ഉണ്ടാക്കി, ഈ സിനിമ എത്രത്തോളം കമേഴ്ഷ്യൽ സക്സസ് ആയി, അവിടെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമയാണ് ഇനിയിപ്പോൾ സിനിമ റിലീസ് ചെയ്ത് ഇത് സക്സസ്ഫുൾ ആവുക എന്നവരെ ഹിറ്റാവുന്നവരെ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഒരു സിനിമ ചെയ്തുകൊണ്ടിരുന്നതാണ്, ആ സിനിമ ഷെഡ്യൂളാക്കിയിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ സിനിമയുടെ റിലീസും ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ആ സിനിമയിൽ റീജോയിൻ ചെയ്യണം. ന്യൂ ഇയർ പാട്ടത്തിനൊപ്പം തന്നെയാണ് 100%. ഇപ്പോൾ മലയാള സിനിമയിൽ ട്രെയിൻഡ് ആക്ടേഴ്സ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്, വളരെ ചെറിയ നമ്പേഴ്സിലേ ഉള്ളൂ. അത് ഒരു സെറ്റിൽ അത് അപ്ലൈ ചെയ്യുന്ന രീതി എന്തെങ്കിലും ഉണ്ടോ? അതായത് ഇത് പ്രാക്ടിക്കൽ ലെവലിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ തിയറീസ് അപ്ലൈ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ടോ? എങ്ങനെ ഇതിനെ യൂസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? അങ്ങനെ ഇല്ല ശരിക്കും. ഒന്ന് ട്രെയിൻഡ് ആക്ടർ എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ നേരത്തെ എന്നോട് ചോദിച്ചാൽ എൻ്റെ ശബ്ദത്തിൻ്റെ പരിമിതിയെ കുറിച്ച് ചോദിച്ചു. അപ്പം ഞാൻ എന്നെ മാറി നോക്കുമ്പോൾ ഈ പറയുന്ന ഒരുപാട് പരിമിതികളാണ്. പിന്നെ എനിക്ക് സിനിമയിൽ ഞാനുമായി ബന്ധപ്പെട്ട ആരുമില്ല, പാട്ടും കൂടി പാടില്ല എൻ്റെ കുടുംബത്തിലാരും. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ പറയുന്ന പോലെ പിന്നെ ഞാൻ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആരും എന്നെ അങ്ങനെ കൺസിഡർ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ തിയേറ്റർ ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്കിതൊന്നും അക്കാഡമിക്കലി പഠിക്കണമെന്നുണ്ട്. പിന്നെ നമ്മൾ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ആനന്ദിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അതൊരു ട്രെയിനിങ് ആണ്. ഇപ്പം ഞാൻ അതിന് മുമ്പ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ, ഡോൺ പാലത്ര എന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ സിനിമയിൽ ചെയ്യുമ്പോൾ എക്സ്ട്രീംലി കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരു ക്യാരക്ടർ, അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഒരു വൈഡ് ഷോട്ടാണ് വെച്ച് തന്നിരിക്കുന്നത്. എല്ലാ സീനും വൈഡിലാണ്. അത് പറയണമെന്നുണ്ടായില്ല. ഓക്കെ. അപ്പോൾ അതിൽ ഇത്ര കോംപ്ലക്സിറ്റീസ് ഉള്ള ഒരു ക്യാരക്ടർ ഒരു വൈഡിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഫിലിം മേക്കർ എന്നെ സംബന്ധിച്ച് ഒരു ടീച്ചറാണ്, ഒരു ട്രെയിനറാണ്. അങ്ങനെ എല്ലാ ആളുകളും ഓരോ തരത്തിൽ ട്രെയിൻഡാണ്. ഞാനിപ്പോൾ അവിടെ പോയിട്ട് 2 വർഷം പഠിച്ചു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഇപ്പോൾ വലിയൊരു ഫിലിം മേക്കറിൻ്റെ കൂടെ ഒരു ആക്ടർ ഒരു 30 days 40 days വർക്ക് ചെയ്യുന്നത് നമുക്കൊരു ട്രെയിനിങ് ആണ്. നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും പുതിയത് പഠിക്കും. ഞാൻ ആക്ടിങ് സ്കൂളിൽ തിയറീസ് ഇല്ല. ആക്ടിങ് സ്കൂൾസിലും പ്രാക്ടിക്കൽ മാത്രമേ ഉള്ളൂ. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പല കാര്യങ്ങളും ശരിയാണെന്ന് അവർ പറഞ്ഞു തരും, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വഴികൾ കാണിച്ചു തരും.
നമുക്ക് ആ വഴികൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ പ്രേമം ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അത് കഴിഞ്ഞ് 2019 വരുമ്പോൾ തമാശയായി. അത് കഴിഞ്ഞ് കോവിഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന 3 സിനിമകൾ, ഇപ്പോൾ ചുരുളിയാണെങ്കിലും കനകഗാമിലിയാണെങ്കിലും മാലിക്കാണെങ്കിലും ഒരു നടൻ എന്ന നിലയിലും കൊമേഴ്ഷ്യൽ ഒരു സക്സസ്സും എല്ലാ രീതിയിലും എക്സ്പ്ലോർ ചെയ്തൊരു വർഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സിനിമകളുടെ എണ്ണത്തിൽ കുറവാണ് സംഭവിച്ചത്. പക്ഷേ ആ ഒരു എക്സ്പോഷറുള്ള സിനിമകൾ പിന്നീട് കാണാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഓക്കെ അതെന്ത് പറ്റിയെന്നറിയോ, ഏറ്റവും പ്രധാനപ്പെട്ട സിനിമകൾ മുഴുവൻ OTT വന്നു. OTT വന്നു കഴിയുമ്പോൾ അത് OTTയിലെ സിനിമകൾ വരുന്നത് എന്നെപ്പോലെ ഒരു ആക്ടറിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ അല്ല, ഒരു സ്റ്റാറിന് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അത് തിയേറ്ററിക്കലായിരുന്നെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തു തന്നെ. ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കൊന്നും ഞാൻ സോമൻ്റെ കൃതാവ് എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. ആ രീതിയിലൊരു റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോമൻ്റെ കൃതാവ് ഇപ്പോൾ OTTയിൽ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ എനിക്ക് ഒരു ദിവസം 500-600 മെസ്സേജൊക്കെ വരും. ഇപ്പോൾ OTTയിൽ ഇറങ്ങിയപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ ഇനിയുള്ള വളരെ പ്രതീക്ഷയുള്ള പരിപാടികളാണ് ഈ പറയുന്ന പോലെ. പിന്നെ കുറച്ച് നാൾ ഒരു ഇപ്പം എൻ്റെ പേഴ്സണൽ ഒരു പരിപാടിക്ക് ഞാൻ കുറച്ച് നാൾ ഷൂട്ട് ചെയ്തിരുന്നില്ല. എനിക്കൊരു ലൈഫിൽ ഒരാവശ്യമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ബ്രേക്ക് എടുത്തിരുന്നു. ഇനിയിപ്പോൾ ഈ പറയുന്ന പോലെ പെരുമാനി എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട് മജുവായിട്ട്, മറ്റേ മീശ വെച്ചിട്ട് മറ്റേ ഒരു അതിൽ വന്നില്ല. ആ പെരുമാനി എന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ ഡയറക്ടറിൻ്റെ ഒരു സിനിമ ചെയ്തത്, ഗംഭീര സിനിമയാണ്. അപ്പൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തത്. അപ്പോൾ അത് ചെയ്തു. പിന്നെ ഇപ്പോൾ രാജേഷ് രവി എന്ന് പറഞ്ഞിട്ട് ആർക്കറിയാം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ രാജേഷിനെ, ഇവർ 3 പേരും, ആനന്ദും മജുവും രാജേഷും, ഇവർ 3 പേരും അത് വലിയ ഭാഗ്യമാണ്. മൈൻഡ് ബ്ലോയിങ് റൈറ്റേഴ്സാണ്. ഒരു ഗംഭീര തിരക്കഥ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ബ്ലെസ്സിങ് ആണ് നല്ല റൈറ്റേഴ്സിനൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. പിന്നെ ഈ വർഷം എനിക്ക് ഇത്തരം ഗംഭീര സിനിമകളുണ്ട്. വെബ് സീരീസുകളുടെയോ അതിന്റെ റിലീസുകൾ? വെബ് സീരീസ് ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. എനിക്ക് പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഇപ്പോഴും ചർച്ചകൾ നടക്കുന്നുണ്ട്. വെബ് സീരീസ് പലപ്പോഴും എനിക്ക് ഒന്നാമത് ഈ പറയുന്ന പോലെ ഒരു വെബ് സീരീസിന് വേണ്ടി 3 മാസം മാറ്റി വെക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് പ്രാക്ടിക്കൽ അല്ല. മലയാളത്തിൽ നിൽക്കണം എന്നുള്ളത് കൊണ്ടിട്ടല്ല. അന്യഭാഷാ സിനിമകളിൽ ഞാൻ ഫേസ് ചെയ്യുന്ന വലിയൊരു വിഷയം, ഒരു സ്റ്റാറിനാണ് എളുപ്പം. ഞാനിവിടെ അത്യാവശ്യം ഇപ്പോൾ പറയുന്ന പോലെ ഞാൻ എൻ്റെ സിനിമകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രാജേഷിൻ്റെ സിനിമ ചെയ്യുന്നു. അപ്പോൾ ഞാൻ അതിൽ ഇപ്പോൾ 50 ദിവസം ഷൂട്ടുണ്ടെങ്കിൽ ഒരു 48 ദിവസം ഞാൻ ആവശ്യമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊരു 10 ദിവസം വെബ് സീരീസ് എന്ന് പറഞ്ഞിട്ട് പോകാനുള്ള ഒരു മാർക്കറ്റ് എനിക്ക് ഇതുവരെ ആയിട്ടില്ല. ഈ 10 ദിവസം വെബ് സീരീസ് എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ അവർ നമ്മളെ പ്രോപ്പർലി പേ ചെയ്യണം എന്നില്ല. ഒരു സ്റ്റാറിന് ഭയങ്കര റെസ്പെക്റ്റും ഭയങ്കര ഒരു പേയ്മെൻറ്റ് സ്കെയിലൊക്കെ ഉണ്ടാവും. എനിക്ക് സമയം പ്രശ്നമാണ്. ഇപ്പോൾ തമിഴ് സിനിമയാണെങ്കിൽ ഒരു 3-4 മാസം വേണ്ടി വരും, അതിൻ്റെ അകത്ത് 25 ദിവസം മതിയാവും എൻ്റെ. അപ്പോൾ എൻ്റെ 4 മാസം ബ്ലോക്ക് ആവും. അപ്പോൾ ഞാനിവിടെ എൻ്റെ 3 സിനിമകൾ നഷ്ടപ്പെട്ടു. പക്ഷേ അവിടുത്തെ എഗ്രിമെൻ്റ് ഒക്കെ കുറേ കൂടി സ്ട്രോങ് അല്ലേ? എഗ്രിമെൻറ്റ് സ്ട്രോങ് ആണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഞാനിവിടെ 3 സിനിമ ചെയ്യുന്ന പേയ്മെൻ്റ് ഒന്നും എനിക്ക് ആസിഫിനില്ല. നാളെ ഇപ്പോൾ നമ്മുടെ പടങ്ങളൊക്കെ വർക്കായി വലിയൊരു കമേഴ്ഷ്യൽ സ്പേസിലെത്തി കഴിയുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എന്നാലും ഈ 2024 ഞാൻ കുറച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് നോക്കി കാണുകയാണ്. ഞാനിപ്പോൾ ഇൻഡസ്ട്രി വന്നിട്ട് 15 വർഷമായി. അപ്പോൾ ഇനി ഞാൻ അതർ ലാംഗ്വേജ് ഫിലിംസും അല്ലെങ്കിൽ അങ്ങനെ സീരീസൊക്കെ വന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആണെങ്കിൽ പിന്നെ എനിക്കങ്ങനെ ഭയങ്കര എക്സൈറ്റ്. ഇപ്പോൾ വിനായകൻ ജയിലറിൽ ചെയ്ത പോലത്തെ സാധനമൊന്നും വന്നിട്ടുമില്ല. വന്നതൊക്കെ ഡീസൻറ്റ് പരിപാടികളാണ്. അപ്പോൾ ഈ 2024 ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കി കാണുന്ന വർഷമാണ്. ഈ പ്രാവശ്യം എന്തെങ്കിലും കുറച്ചും കൂടെ നമുക്ക് ഈ വിസിബിലിറ്റി കൂട്ടുന്ന എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ ഉണ്ട്. റിലീസ് 2024 റിലീസ് വരുന്ന സിനിമകൾ ഏതൊക്കെയാണ്? റിലീസ് ഇപ്പോൾ ആട്ടം, പിന്നെ പെരുമാനിയുണ്ട്, പിന്നെ ഇപ്പോൾ രാജേഷ് രവിയുടെ സിനിമ ഉണ്ടാവും. റോയി എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റേഴ്സൊക്കെ ചെയ്ത സുനിൽ ഇബ്രാഹിമിൻ്റെ 3rd മർഡർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാമിലി എന്ന് പറഞ്ഞ സിനിമ, അത് കുറച്ച് സീരിയസ് ഫിലിമാണ്, അതിൻ്റെ തിയേറ്ററിക്കൽ റിലീസ് ഉണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. ഇപ്പോൾ ഷാജാൻ്റെ കാര്യമാണെങ്കിൽ ഈ മുമ്പ് ചെയ്ത ഒരു 15 വർഷം മുന്നേ എന്നൊക്കെ പറയാം, അന്ന് ചെയ്തിരുന്ന സിനിമകളുടെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതിനെ തമാശയാക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ബോഡി ഷെയ്മിങ്ങും അല്ലെങ്കിൽ മനുഷ്യരുടെ ശരീരത്തിൻ്റെ പരിമിതികളെ ഉപയോഗിച്ചിരുന്നൊരു ഇത്. അത്തരം സിനിമകൾ ഇപ്പോൾ എണ്ണത്തിൽ ഇറങ്ങുന്നതും കുറവാണ്, ഇറങ്ങിയാൽ തന്നെ അതിനുള്ള വിജയ സാധ്യതയും ഭയങ്കര കുറവാണ്. പക്ഷേ ട്രെൻഡുകൾ ആവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരം സിനിമകൾ ട്രെൻഡുകളിൽ ആവർത്തിക്കും എന്നാണോ അതോ ഇത് തിരുത്തപ്പെടേണ്ടത് തന്നെ ആണ് എന്നാണോ കരുതുന്നത്? തീർച്ചയായിട്ടും തിരുത്തപ്പെടേണ്ടതാണല്ലോ. അപ്പോൾ അന്ന് നമ്മളത് കാണുമ്പോൾ തമാശയായിരുന്നു. ഇപ്പോൾ അത് എന്താണ്, ജനങ്ങളുടെ ചിന്തകൾ മാറുന്നതനുസരിച്ച് തീർച്ചയായിട്ടും കലാകാരന്മാർ മാറിയേ പറ്റൂ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അന്നത് ബോഡി ഷേമിംഗ് ആയിരുന്നു. അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവാം, നമ്മളെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാവാം. അന്നത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നായകൻ്റെ കൂടെ ഒരാളുണ്ടാവും,
ആ ഇടി കൊള്ളാനും നായകൻ്റെ ചവിട്ട് കൊള്ളാനും ഒക്കെ ഇയാളായിരിക്കും, ഇയാളെ വെച്ചിട്ടായിരിക്കും കോമഡി പറച്ചിലും എല്ലാം. അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ അത് കാണുമ്പോൾ നമുക്ക് ചിരി വരില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അത് ഇനി ആവർത്തിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം മനുഷ്യരുടെ നമ്മുടെ ചിന്തകൾ മാറി, ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ കലാകാരന്മാരും റൈറ്റേഴ്സും ഒക്കെ മാറി. ഇനിയിപ്പോൾ അങ്ങനെയുള്ളത് ആവർത്തിക്കപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ദൃശ്യം കഴിഞ്ഞിട്ട് വരുന്ന പോലീസ് വേഷങ്ങളുടെ എണ്ണത്തിൽ കൂടുതലുണ്ടല്ലോ. ഇപ്പോൾ ആട്ടം ഒഴിച്ചു നിർത്താം, ഈ വേഷങ്ങൾ പിക്ക് ചെയ്യുന്നതിൽ എന്താ ശ്രദ്ധ കൊടുക്കുന്നത്? ഒരു ശ്രദ്ധയും കൊടുക്കാറില്ല. വരുന്നതൊക്കെ മിക്കതും ഞാൻ അഭിനയിക്കും, മനസ്സിലായില്ലേ? കാര്യം ഇത് നമ്മുടെ ജോലിയും കൂടെ ആണല്ലോ, നമ്മുടെ ജീവിത മാർഗം കൂടിയാണിത്. പിന്നെ നമ്മളിലേക്ക് വരുന്നത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിലേക്ക് വരുന്ന ഒരു സമയത്ത് 2 or 3 വണ്ണം വന്നു കഴിഞ്ഞാൽ അതിലേറ്റവും നല്ലത് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ച് ചില സിനിമകൾ വരുമ്പോൾ നമുക്കറിയാം ഇത് നല്ല സിനിമയായിരിക്കും എന്ന് നമുക്കറിയാം. ചിലപ്പോൾ അത് തിയേറ്ററിൽ ചിലപ്പോൾ വർക്കായെന്ന് വരില്ല, എങ്കിലും ആളുകൾ നാളെ ഈ പറയുന്ന OTT കണ്ടിട്ട് അത് മോശം സിനിമ എന്തിനാണ് പോയി അഭിനയിച്ച് അങ്ങനെ പറയില്ല. നമ്മൾ നല്ലതെന്ന് കരുതിയ സിനിമകളെ ചിലത് വരുമ്പോൾ നമുക്കറിയാം ഇത് കുഴപ്പമായിരിക്കും എന്നറിയാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം പേയ്മെൻറ്റ് പറയും. അപ്പോൾ അവർ നമ്മളോട് പറയും ഇതൊരു ചെറിയ സിനിമയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്, അങ്ങനെയൊക്കെയാണ് സിനിമകൾ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ചെയ്യാതിരുന്നിട്ട് യാതൊരു കാര്യമില്ല, മനസ്സിലായില്ലേ? അതിനിടയ്ക്ക് നമുക്ക് നല്ല നല്ല സിനിമകളും വരുന്നുണ്ട്. അപ്പോൾ സിനിമകൾ അങ്ങനെയാണ്, അത് വന്നുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് നമുക്ക് ഭാഗ്യം പോലെ നല്ല നല്ല ആട്ടം പോലുള്ള വേഷങ്ങൾ വരും, അത് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ദൃശ്യം ഒഴിച്ചു നിർത്തിയിട്ട് ഷാജോനെ പറ്റി സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ആ അത്രയും ഡെപ്ത് ഉള്ളൊരു ക്യാരക്ടർ, ഇപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ ചില സീനുകളൊക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. മറ്റേ ആ കണ്ണാടി നോക്കിയിട്ട് ജോർജ് കുര്യൻ തിരിച്ചറിയുന്ന സീനും അങ്ങനെ പലതും. അപ്പോൾ ദൃശ്യം 3യെ പറ്റിയും കൂടി നമുക്ക് സംസാരിക്കണമല്ലോ. അങ്ങനൊരു കാര്യത്തെ പറ്റി വളരെ അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കുറേ പേര് ചോദിക്കുന്നുണ്ട് എന്നോടും, ജിത്തുഭായിക്ക് എന്തോ എൻ്റെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ടെന്ന് ഏതൊരു ഇൻ്റർവ്യൂവിൽ ഞാനും കേട്ടു. എന്നോട് നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാര്യം ആ ഒരു കോമ്പിനേഷനിൽ വീണ്ടും വരാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. കാര്യം എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തൊരു സിനിമയാണത്. ഒരു കോമ്പിനേഷനാണ് ജിത്തുഭായ്, ലാലേട്ടൻ, ആന്റണി പെരുമ്പാവൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു സിനിമയിൽ കൂടി ഇനി ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എഴുതണേ എന്ന് പറഞ്ഞ്. സ്പെസിഫിക്കലി ജീത്തു ജോസഫ് ഇതേപോലെ ഹാസ്യം ചെയ്യുന്ന നടന്മാരെ പിക്ക് ചെയ്ത് അവർക്ക് വലിയ ക്യാരക്ടേഴ്സ് കൊടുക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. ദൃശ്യത്തിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു? ദൃശ്യം അങ്ങനെ തന്നെയാണ്. ദൃശ്യത്തിന് മുമ്പാണ് ഞാൻ മൈ ബോസിനകത്ത് അഭിനയിക്കുന്നത്. മൈ ബോസിനകത്ത് അഭിനയിക്കുമ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ജിത്തുഭായിട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ പക്ഷേ അദ്ദേഹം അത് എനിക്ക് വേണ്ടി തന്നെ എഴുതുമ്പം തന്നെ ഞാനായിരുന്നു മനസ്സിൽ നിന്ന് പിന്നീട് എന്നോട് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഭയങ്കര തിരക്കുള്ള ഒരു താരത്തെ അതിനുശേഷം അതിൻ്റെ പ്രൊഡ്യൂസർ കൊണ്ടുവന്നു. പക്ഷേ എന്തോ അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം വീണ്ടും കറക്കി തിരിച്ച് അത് എന്നിലോട്ട് വന്നു എന്നുള്ളതാണ്. ജിത്തുഭായിനോട് തന്നെ പറഞ്ഞു, ഷാജോന ഇത് നിങ്ങൾക്ക് വേണ്ടി തന്നെ എഴുതിയതാണ് എന്ന് പറഞ്ഞ് മൈ ബോസിൻ്റെ ഒരു ഷൂട്ടൊക്കെ കഴിയാറായപ്പോഴാണ് എനിക്ക് ദൃശ്യത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നെ. ഇതൊന്ന് വായിച്ചിട്ടൊരു അഭിപ്രായം പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കുണ്ടോ എന്നുള്ളത് നോക്കുന്നത്. കാര്യം കോമഡി നമ്മൾ ചെയ്യുമ്പോൾ കോമഡി നോക്കുമ്പോൾ കോമഡി ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി ഞാനില്ല എന്ന് മനസ്സിലായി. പക്ഷേ നല്ല പടമായിരിക്കും എന്ന് തോന്നി. ഞാൻ പറഞ്ഞു നല്ല പടമായിരിക്കും ഇതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് എന്നോട് പറഞ്ഞത് സഹദേവൻ ഷാജോൺ ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ് അത് വരുന്നത്. 2024 പടങ്ങളോ റിലീസുകൾ വരുന്നത് ഏതൊക്കെയാണ്? റിലീസ് ഫസ്റ്റ് ഇതാണ്. പിന്നെ ഞാനിപ്പോൾ ഒരു തമിഴ് പടത്തിൻ്റെ ഷൂട്ടിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടാറാപ്പ് എന്നാണ് സിനിമ. നമ്മുടെ പ്രഭുദേവയാണ് അതിനകത്ത് ഹീറോ. പിന്നെ മലയാളത്തിലും സിനിമകളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ഹീറോ ആയിട്ടൊരു സിനിമ വരുന്നുണ്ട്. CID രാമേന്ദ്രൻ റിട്ടയർഡ് എസ് എന്ന് പറഞ്ഞൊരു പുതിയ സനൂപ് സത്യൻ എന്ന് പറയുന്നൊരു പുതിയ ഡയറക്ടറാണ്. അദ്ദേഹം തന്നെയാണ് സ്ക്രിപ്റ്റും. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര മാസ് അടി ബഹളമൊന്നുമല്ല, പക്ഷേ വളരെ ഇമോഷണൽ. കാര്യം എൻ്റെ ചാച്ചനൊരു പോലീസുകാരനായിരുന്നു. അപ്പോൾ ഈ ഒരു 10-33 വർഷം ഒരു ജോലി ചെയ്തിട്ട് പെട്ടെന്നൊരു ദിവസം ആ ജോലി ഇല്ലാതായിട്ട് പിറ്റേ ദിവസം മുതൽ ഇവർക്കൊരു ട്രോമ ഉണ്ടല്ലോ, അതാണ് ആ ക്യാരക്ടർ. റിട്ടയർഡ് ആയിട്ടുള്ള 55 ആ ഏജാണ് പുള്ളിക്ക്. അതാണ് ആ സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെയാണ് അത് ചൂസ് ചെയ്യാനായിട്ടുള്ളൊരു കാര്യം. നല്ല സിനിമയാവാൻ സാധ്യതയുള്ളൊരു സിനിമയാണ്. പിന്നെ അതേപോലെ കുറച്ച് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്ന കുറച്ച് സിനിമകളുടെ ഷൂട്ട് നടക്കുന്നുണ്ട്, കഴിഞ്ഞിരിക്കുന്നതൊക്കെ ഉണ്ട്. ഡയറക്റ്റ് ചെയ്യാൻ പ്രോജക്റ്റുകൾ ഉണ്ട്. അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കും. ദൈവാനുഗ്രഹിച്ചാണ് അടുത്ത വർഷം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെയാണ്. സിനിമയാണ് നമ്മുടെ ലൈഫ്. സിനിമയ്ക്ക് വേണ്ടി നമ്മൾ എന്തും ചെയ്യുമെന്ന് പറയുന്നതല്ല. അപ്പോൾ ആട്ടത്തിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു.